30 വർഷത്തിലേറെയായി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കെ മുരളീധരൻ എത്തിയിട്ട് ഇപ്പോൾ 12 തിരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞു. അതിൽ 6 വിജയവും 6 പരാജയവും. ഇത് 13ാമത്തെ തിരഞ്ഞെടുപ്പിനാണ് തയ്യാറെടുക്കുന്നത്. 1989 കോഴിക്കോട് നിന്നാണ് ആദ്യത്തെ തിരഞ്ഞെടുപ്പുണ്ടായത്. അതിൽ CPM-ന്റെ ഇമ്പിച്ച് ഭാവിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദ്യത്തെ വിജയം തന്നെ നേടി. 1991 കോഴിക്കോട് നിന്ന രണ്ടാമത്തെ അംഗം. മത്സരത്തിലുള്ളത് ജനതാദൾ എസിന്റെ നേതാവായിരുന്ന MP വീരേന്ദ്രകുമാറിനെ പരാജയപ്പെടുത്തുന്നത് 15,000-ലേറെ വോട്ടുകൾക്ക്. മൂന്നാം അംഗവും കോഴിക്കോട് നിന്ന് തന്നെയാണ്. അതാണ് ആദ്യത്തെ പരാജയത്തിനും കാരണമാകുന്നത്. 1996 വീരേന്ദ്രകുമാറിനോട് ആദ്യമായി പരാജയപ്പെടുന്നത്. 1998 കെ മുരളീധരൻ തൃശ്ശൂരിൽ നിന്ന് ആദ്യമായി ജനവിധി തേടുന്നത്. അന്ന് CPIയുടെ VV രാഘവനോട് പരാജയപ്പെടുകയായിരുന്നു. 26,000-ലേറെ വോട്ടുകൾക്കാണ് ആ പരാജയം. തൊട്ടടുത്ത വർഷം 1999 കോഴിക്കോടേക്ക് കെ മുരളീധരൻ തിരിച്ചുപോയി. ജനതാദൾ എസിന്റെ തന്നെ സ്ഥാനാർത്ഥിയായിരുന്ന CM ഇബ്രാഹിമിനെ പരാജയപ്പെടുത്തി. 2004 എത്തുമ്പോഴേക്കും KPCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മന്ത്രിയായി മാറിയിരുന്നു കെ മുരളീധരൻ. അന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ലക്ഷ്യത്തോടെ എത്തുന്നത് വടക്കാഞ്ചേരിയിലേക്കാണ്. പക്ഷേ വടക്കാഞ്ചേരിയിൽ കെ മുരളീധരന് കാലിടറി. ആദ്യമായി ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്ന മന്ത്രി എന്ന വിഖ്യാതിയും കെ മുരളീധരൻ അന്ന് സ്വന്തമാക്കി. പിന്നാലെ അച്ഛനും മകനും കോൺഗ്രസുമായി തെറ്റിപ്പിരിഞ്ഞു. അതിനു പിന്നാലെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് എന്ന ഒരു പാർട്ടി രൂപീകരിച്ചു. തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേ തന്നെ LDF-ഉമായി അലയൻസിലെത്തുകയും ചെയ്തു. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ LDF-ഉമായിട്ടുണ്ടാക്കിയ സഖ്യത്തിൽ വിജയം നേടാനും അവർക്കായി. അങ്ങനെ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസിൽ നിന്ന് പിന്നെ പതിയെ പടിയിറങ്ങുകയായിരുന്നു. UDF-ന്റെ ഘടകകക്ഷിയായി നിൽക്കുമ്പോൾ 2006 കൊടുവള്ളിയിൽ നിന്ന് മത്സരിച്ചു. CPM-ന്റെ PT റഹീമിനോടാണ് ആ വർഷം പരാജയപ്പെടുന്നത്. പിതാവ് K കരുണാകരൻ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോയെങ്കിലും അത്തരത്തിലൊരു മടക്കത്തിന് കെ മുരളീധരൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ NCP-യിലേക്ക് എത്തി. 2009 NCP-യുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് വയനാട് നിന്ന് മത്സരത്തിലേക്ക് എത്തുന്നത്. അന്ന് മുരളീധരൻ അനുഭവിച്ചത് തന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമായിരുന്നു. MA ഷാനവാസിനോട് തോൽക്കുന്നത് 1.5 ലക്ഷത്തിലേറെ വോട്ടിനാണ്. പിന്നീട് ഒരു രാഷ്ട്രീയ വനവാസത്തിന്റെ കാലമായിരുന്നു. ഏറെ നാളത്തേക്ക് സജീവ രാഷ്ട്രീയത്തിലെങ്ങും മുരളീധരൻ ഉണ്ടായിരുന്നില്ല. അതിനിടയ്ക്ക് തിരിച്ച് കോൺഗ്രസിലേക്ക് മടങ്ങി വന്നു. എങ്കിൽ പോലും പലയിടങ്ങളിലും മുരളീധരൻ വേണ്ട രീതിയിൽ പരിഗണിക്കപ്പെട്ടിരുന്നില്ല. അതിനിടയിലാണ് 2011 ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി മുരളീധരന്റെ മുന്നിലേക്ക് വരുന്നത്. വട്ടിയൂർക്കാവായിരുന്നു അന്ന് നിയോഗിക്കപ്പെട്ട മണ്ഡലം. ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ചെറിയാൻ ഫിലിപ്പ് മത്സരിച്ചു. ഏകദേശം 16,000 വോട്ടിന് ചെറിയാൻ ഫിലിപ്പിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയത്തിൽ വീണ്ടും മുരളീധരൻ വെന്നിക്കൊടി പാറിച്ചു. തൊട്ടടുത്ത ടൈമിലും 2016 വട്ടിയൂർക്കാവ് മുരളീധരന്റെ കയ്യിൽ ഭദ്രമായിരുന്നു. പക്ഷെ ആ സമയമായപ്പോഴേക്കും കുമ്മനം രാജശേഖരൻ എന്ന BJP-യുടെ സ്ഥാനാർത്ഥി 2ാം സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. CPM-ന്റെ TM സീന 3ാം സ്ഥാനത്തേക്കും തഴയപ്പെട്ടിരുന്നു. വടകര മണ്ഡലം നിലനിർത്തുക എന്ന ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് 2019 വടകരയ്ക്ക് കെ മുരളീധരൻ യാത്രയാക്കുന്നത്. തന്റെ തുടർച്ചയായ വിജയങ്ങൾക്ക് വേദിയായ കോഴിക്കോടും സമീപ പ്രദേശമായ വടകരയും തനിക്ക് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും എന്നൊരു വിശ്വാസവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് തെറ്റിയില്ല. CPM-ന്റെ P ജയരാജനെ പരാജയപ്പെടുത്തിക്കൊണ്ട് വടകരയിൽ നിന്ന് വീണ്ടും പാർലമെന്റിലേക്ക് മുരളിയുടെ യാത്ര. അതിനിടെ നിയമം തിരിച്ചുപിടിക്കുക എന്നൊരു ദൗത്യം കൂടി പാർട്ടി ഏൽപ്പിച്ചു. പാർലമെന്റ് പ്രതിനിധിയായിരിക്കെ തന്നെ നിയമത്തേക്ക് മത്സരിക്കാനായി എത്തി. പക്ഷേ ശിവൻകുട്ടിയോട് പരാജയപ്പെട്ടു എന്നതിനേക്കാൾ ഉപരി കോൺഗ്രസ് 3ാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടു എന്നൊരു പ്രശ്നം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ 2021 തിരഞ്ഞെടുപ്പിലൂടെ വീണ്ടും ഒരു പരാജയത്തിന്റെ രുചി നുണയുകയായിരുന്നു കെ മുരളീധരൻ.